വനിതാ കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ പങ്കെടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടു. 2028 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളുടെ നിയമനങ്ങൾ മാറ്റാൻ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയെ പ്രേരിപ്പിക്കുമെന്നും ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾക്ക് വനിതാ ടീമുകളിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് അധികാരമുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. ട്രാൻസ്ജെൻഡറുകൾ ഇത്തരം മത്സരങ്ങൾ പങ്കെടുക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും അപകടപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്നും ട്രംപ് പറയുന്നു. സ്ത്രീകളുടെ കായിക വിനോദങ്ങളിൽ നിന്ന് പുരുഷന്മാരെ അകറ്റി നിർത്തൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ എക്സിക്യൂട്ടീവ് ഉത്തരവോടെ വനിതാ കായിക വിനോദങ്ങൾക്കെതിരായ യുദ്ധം അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപ് പറഞ്ഞത്. മുൻ കൊളീജിയറ്റ് നീന്തൽ താരം റൈലി ഗെയിൽസ് ഉൾപ്പെടെയുള്ള നിയമനിർമ്മാതാക്കളും വനിതാ അത്ലറ്റുകളും ഈസ്റ്റ് റൂമിൽ നടന്ന ഒപ്പുവെക്കൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ദേശീയ കായിക പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ദിനത്തോടനുബന്ധിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ ലക്ഷ്യം വെച്ചുള്ള റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് നടപടികളുടെ ഒരു പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് ഈ ഉത്തരവ്. പതിവ് പാർട്ടി ലൈനുകൾക്ക് അപ്പുറമാണ് ഈ വിഷയം പ്രതിധ്വനിക്കുന്നതെന്ന് ട്രംപ് പ്രചാരണ വേളയിൽ കണ്ടെത്തിയിരുന്നു. AP വോഡ്കാസ്റ്റ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം വോട്ടർമാരും സർക്കാരിലും സമൂഹത്തിലും ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്കുള്ള പിന്തുണ അതിരുകടന്നതായി പറഞ്ഞിരുന്നു. ഉത്തരവിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് പിഴ ചുമത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരം നൽകുന്നതാണ്. ലംഘനം കണ്ടെത്തിയ ഏതൊരു സ്കൂളും ഫെഡറൽ ഫണ്ടിങ്ങിന് യോഗ്യമല്ലാതാകാൻ സാധ്യതയുണ്ട്. ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഡെൻവർ പബ്ലിക് സ്കൂളുകളിൽ പെൺകുട്ടികളുടെ കുളിമുറിക്ക് പകരം എല്ലാ ലിംഗക്കാർക്കും മാത്രമായി ഒരു കുളിമുറി സ്ഥാപിച്ചതും പെൺകുട്ടികൾക്ക് മാത്രമായി മറ്റൊന്ന് അനുവദിച്ചതും സംബന്ധിച്ച് വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2028 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന സമ്മർ ഒളിമ്പിക്സിന് മുന്നോടിയായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ട്രാൻസ്ജെൻഡർ ഭ്രാന്തിനെ വ്യക്തമായി നിരസിക്കുന്നുവെന്നും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതും തികച്ചും പരിഹാസ്യമായ വിഷയവുമായി ബന്ധപ്പെട്ടതുമായ എല്ലാം അവർ മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ട്രാൻസ്ജെൻഡർ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ IOC അടിസ്ഥാനപരമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കായിക ഇനത്തിനും അന്താരാഷ്ട്ര ഫെഡറേഷനുകൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ ലക്ഷ്യമിട്ടിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നിരവധി നീക്കങ്ങളുടെ ഏറ്റവും പുതിയതാണ് ഈ ഉത്തരവ്. ജനന സമയത്ത് നിയോഗിക്കപ്പെട്ട ലിംഗഭേദം ഒഴികെയുള്ള മറ്റൊരു ലിംഗത്തിലേക്ക് ആളുകൾക്ക് മാറാൻ കഴിയുമെന്ന ആശയം ഫെഡറൽ ഗവൺമെന്റിനെ കൊണ്ട് തള്ളിക്കളയാൻ മുൻകാലങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പാസ്പോർട്ടുകൾ, ജയിലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ സേവന അംഗങ്ങളെ വിലക്കുന്നതിനുള്ള വാതിൽ അദ്ദേഹം തുറന്നു കൊടുക്കുകയും 19 വയസ്സിന് താഴെയുള്ള ട്രാൻസ്ജെൻഡർ ആളുകൾക്ക് ലിംഗഭേദം സ്ഥിരീകരിക്കുന്ന പരിചരണത്തിലുള്ള ഫെഡറൽ ആരോഗ്യ ഇൻഷുറൻസും മറ്റ് ധനസഹായവും അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ ലിംഗഭേദത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന രീതി നിയന്ത്രിക്കുക, നാഷണൽ വിമൻസ് ലോ സെന്റർ, GLAAD എന്നിവ ഉൾപ്പെടെയുള്ള ട്രാൻസ് റൈറ്റ്സ് അഭിഭാഷകർ ഏറ്റവും പുതിയ ഉത്തരവിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്.